1000 കോടിയിൽ നിന്ന് എണ്ണി തുടങ്ങാം സർ. ദുരന്തർ 2 എന്ന ചിത്രത്തിന്റെ പ്രീമിയർ ഷോസ് തുടങ്ങിയപ്പോൾ മുതൽ ആരാധകർ പറഞ്ഞൊരു വാചകമാണിത്. ഇത് വലിയ ഹിറ്റാകും, 1000 കോടിയിൽ നിന്ന് എണ്ണി തുടങ്ങാമെന്ന്. അത് സാധൂകരിക്കുന്ന രീതിയിലാണ് നിലവിൽ ബോക്സ് ഓഫീസ് കളക്ഷനുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും 370 കോടി രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാർ 2 എന്ന സിനിമയുടെ ലൈഫ് ടൈം ബോക്സ് ഓഫീസ് കളക്ഷൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നു ദുരന്തർ. അതും വെറും 2 ദിവസങ്ങൾ കൊണ്ട് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം ആദ്യത്തെ പാർട്ടിന് 1450 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത്. അപ്പോൾ രണ്ടാം ഭാഗം അതനുസരിച്ച് ആരാധകരുടെ കാത്തിരിപ്പ്, അതോടൊപ്പം തന്നെ ഒന്നാം ഭാഗത്തിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള രണ്ടാം ഭാഗം എല്ലാം കൂടി വന്നപ്പോഴേക്കും എല്ലാ മസാലകളും കൂടി ചേർന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും ദുരന്തർ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. 1ഉം 2ഉം തവണയൊക്കെ കണ്ട ആളുകൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ GCC കൺട്രീസിൽ ചിത്രം ബാൻഡായിട്ട് പോലും ഇത്രയും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ സാധിക്കുന്നത് ഒരു വലിയ നട്ടലാണ്, വലിയൊരു ഉണർവാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇന്ത്യൻ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെ ഈ സിനിമ സംസാരിക്കുകയും ചെയ്യുന്നു, പോസ്റ്റുകൾ എഴുതുന്നു. നായകന്മാർ, സംവിധായകന്മാർ, നായികമാർ എല്ലാവരും തന്നെ ഈ ചിത്രം ഗംഭീരമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ ചിത്രത്തിന് ഇപ്പോഴൊന്നും ഒരു സഡൻ ബ്രേക്ക് തൽക്കാലത്തേക്ക് ആർക്കും ഇടാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈദ് മാസവും കൂടിയാണ്, ഈദ് സമയമാണ്. അതിനുശേഷം കുട്ടികൾക്ക് എക്സാംസ് ഇല്ല, സമ്മർ വെക്കേഷനാണ്. അപ്പോൾ ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾക്ക് 18 വയസ്സിന് താഴെയുള്ളവർക്ക് ചിത്രം തിയേറ്ററുകളിൽ കാണാൻ പോകാൻ കഴിയില്ല എങ്കിൽ പോലും ഈ ചിത്രത്തിന് വേണ്ടി കേറ്റർ ചെയ്യുന്ന ഓഡിയൻസിലേക്ക് സ്വാഭാവികമായിട്ടും ദുരന്തർ 2-നെ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുകയും ചെയ്തത്. ഓർക്ക് അത് റേസ് സർട്ടിഫൈഡ് സിനിമയും കൂടിയാണ്, എന്നിട്ടാണ് ഇത്രയധികം കളക്ഷൻ നേടുന്നത് എന്നത് കൂടി എടുത്ത് പറയണം. ഏകദേശം ആദ്യത്തെ ദിവസം തന്നെ 100 കോടി രൂപ കളക്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇപ്പോഴിതാ 370 കോടി രൂപ ലോകമെമ്പാടും ദുരന്തർ 2 സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് വേണം തന്നെ പറയാൻ. എന്തായാലും പെയ്ഡ് പ്രീമിയേഴ്സിൽ ഉൾപ്പെടെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന പൈസയായിട്ട് മാറി എന്നുള്ളതാണ്. 145 കോടി രൂപ നെറ്റാണ് ഓപ്പണിംഗ് ഡേയിൽ ദുരന്തർ 2 സ്വന്തമാക്കിയത്. നെറ്റ് കളക്ഷൻ, ഗ്രോസ് കളക്ഷൻ അല്ല, നെറ്റ് കളക്ഷൻ 145 കോടി രൂപയാണ്. അതും ചരിത്രപ്രധാനമായ കാര്യം കൂടിയാണ് എന്നതും കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. 370 കോടി രൂപ 2 ദിവസം കൊണ്ട്. സ്വാഭാവികമായിട്ടും ശനിയാഴ്ച ഇന്നാണ്, ഞായറാഴ്ചയും നാളെയാണ്. അപ്പോൾ ഈ 2 ദിവസം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വർക്കിംഗ് ഡേയ്സ് അല്ല, ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഈ 2 ദിവസങ്ങൾ ബോക്സ് ഓഫീസിലേക്ക് ഇതുവരെ ഉണ്ടാക്കിയ കളക്ഷനേക്കാളേറെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിത്തിൻ എ സ്പാൻ ഓഫ് 7 to 10 ഡേയ്സ് ഒരു 1000 crores ഈസിലി കട്ട് ഓഫ് ചെയ്യാൻ ദുരന്തർക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് പോയാൽ 2025 ഡിസംബർ 5-ന് ചിത്രം റിലീസ് ചെയ്യുന്നു. ഒരു ഹൈപ്പുമില്ലാതെ തിയേറ്ററുകളിലേക്ക് വരുന്നു. അവിടെ നിന്നുകൊണ്ട് പതുക്കെയാണ് ദുരന്തർ കയറിപ്പോയത്. ഒരു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് മൗത്ത് പബ്ലിസിറ്റി കാട്ടുതീ പോലെ, വൈൽഡ് ഫയർ പോലെ പറക്കുകയായിരുന്നു. പിന്നീടാണ് ദുരന്തറിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇങ്ങനെ പോയത്. പക്ഷേ ദുരന്തർ 2 ദ റിവെഞ്ച് അങ്ങനെയല്ല. ആ സിനിമ കണ്ടവരൊക്കെ തന്നെ ദുരന്തർ 2 ആദ്യ ദിവസങ്ങളിൽ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് തിയേറ്ററുകളിലേക്ക് പ്രതിഫലിക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ഇത് ചരിത്രം കുറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ധ്രുവ്രാത്തെ പറയുന്നത് ഇത് BJP അജണ്ട ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമകളാണെന്ന്. ധ്രുവ്രാത്തെ എന്ന പ്രമുഖ യൂട്യൂബർ ഉൾപ്പെടെ പല രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെ ഈ സിനിമയ്ക്കെതിരെ വിമർശനവുമായിട്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ അതൊന്നും ഈ ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല. ഈ ചിത്രത്തിന് അനുകൂലമായ രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ സിനിമയെ സ്വീകരിക്കുന്നതും തിയേറ്ററുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓഡിയൻസ് ഈ ചിത്രത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു പെട്ടെന്നൊരു സഡൻ ഹോൾട്ടൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഇത് 1000 കടന്നു പോകും. ആദ്യ ചിത്രം 1500 കോടിക്ക് അടുപ്പിച്ച് നേടിയെങ്കിൽ രണ്ടാം ചിത്രം ഉറ്റുനോക്കുന്നത് 2000 കോടിയിലേക്ക് തന്നെയാണ്. 2000 crores തന്നെയാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ടാർഗറ്റ്. അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുമോ ദുരന്തർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതും ചരിത്രമാണ് എന്നതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ കുറച്ച് നാളുകളായി ബോളിവുഡ് നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്, ബോക്സ് ഓഫീസ് കളക്ഷനുകൾ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വേളയിൽ തന്നെയാണ് ദുരന്തർ പോലൊരു സിനിമ 2025 അവസാന മാസത്തിൽ ഒരു വലിയ ഉണർവ് നൽകിയത്. അത് തന്നെ 2026 തുടക്കത്തിൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ബോളിവുഡ് സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഭയങ്കരമായ ലാഭം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. രൺവീറിനും ആദിത്യധറിനും ഇന്ത്യ ഒട്ടാകെയുള്ള ഓഡിയൻസിൻ്റെ ഇടയിൽ വലിയമായ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നു. വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ, കരഘോഷങ്ങളൊക്കെ തന്നെ കിട്ടുന്നൊരു സാഹചര്യത്തിൽ ഈ ചിത്രം ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് പ്രേക്ഷകർ എന്നത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.